അത് കൊള്ളാം. എന്നെ വിളിച്ചുണക്കിയിട്ട് ഇപ്പൊ എന്തോ പറയുന്നേ? എന്നെ വിളിച്ചുണക്കിയിട്ട് വരുന്നില്ലെന്നോ? പെട്ടെന്ന് ഇറങ്ങി വാ, ഞാൻ എന്താ നടക്കാൻ ഇറങ്ങി. മണി 4:30 കഴിഞ്ഞു. ആ ഇല്ല, ആൾക്കാരെയൊന്നും കാണുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടെന്ന് വാണേ. ഇപ്പൊ നേരെ വെളുക്കും. ഇത് ആര് നടക്കുന്നേ? നടക്കുന്ന ആരും കാണുന്നില്ലല്ലോ. കാണും അളിയ, ഏതെങ്കിലും ഒരു പെണ്ണ്. ആരും കാണുന്നില്ല. അതാ ഒരു ലേഡി നടന്നു പോകുന്നു. ലെഫ്റ്റ് സൈഡ്, ഇടത് സൈഡ് ഒരു ലേഡി അതാ നടന്നു പോകുന്നു. പിടിച്ചോണ്ട് പോയാലോ? നോക്കാം, വണ്ടി കുറച്ച്. വേറെ ആളുമില്ല, പിടിച്ചോണ്ട് പോയാലോ? എന്തു പറയുന്നു? വേറെ ആരും ഇല്ല കേട്ടോ, റോഡിൽ ആളില്ല. നോക്കിയേ, ബാക്ക് സൈഡ് നോക്കിയേ, ആളുണ്ടോ? പിടിച്ചോണ്ട് പോയാലോ? ഇന്ന് ഡോക്ടറിന്റെ രാവിലെ 8 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കണം നമുക്ക്. ആര് എന്തൊക്കെ പറഞ്ഞാല് ഡോക്ടറിന്റെ ക്ലോറോഫോം ഉണ്ടല്ലോ, അത് 1 മിനിറ്റ് കൊണ്ട് അത് സൂപ്പർ സാധനം തന്നെ. അത് 1 മിനിറ്റ് കൊണ്ട് ബോധവും കെട്ട് കാര്യങ്ങളെല്ലാം മംഗളകരമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ദാസപ്പനും വിജയനും വേണ്ടിട്ട് ഇന്ന് കിഡ്നിയെ സെറ്റപ്പ് ചെയ്യണം. 2 പേർക്ക് കിഡ്നി സെറ്റപ്പ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതാണ് ഒരു 50 ലക്ഷം രൂപ കിട്ടും. 50 ലക്ഷം രൂപ കിട്ടും, അത് മതി. 25 വെച്ച് കിട്ടും. അതിനിപ്പോ കിട്ടണ ഉള്ളത് മതി. ഓക്കെ, അപ്പൊ ഇന്ന് സെറ്റപ്പ് ചെയ്യണം. പിന്നെ ആഭരണം എല്ലാം കിടപ്പുണ്ട് കേട്ടോ, ശ്രദ്ധിച്ച ആഭരണം ആദ്യം ഉള്ളത് മതി. എല്ലാം ഈക്വൽ ഷെയർ, പേടിക്കണ്ട. ഓക്കെ, അന്ന് 4 പേരെ കൊണ്ടുപോയി കൊടുത്ത് 10 ലക്ഷം രൂപയാണ് തന്നത്. അത് അയാൾ നമ്മുടെ ചീറ്റ് ചെയ്തതാണ്. അത് നീ അത് മനസ്സിലാക്കിയല്ല? അന്നേ ഞാൻ പറഞ്ഞതാണ് ചീറ്റ് ചെയ്ത്. ഇനി നമ്മള് 50 ലക്ഷം രൂപ തരികയാണെങ്കിൽ മാത്രം 2 കിഡ്നി ഇത് പുറകിൽ കാണുന്നില്ലേ? അല്ലെ അന്ന്
10 ലക്ഷം രൂപ തന്നില്ലേ, അത് നമ്മളെ ചീറ്റ് ചെയ്തതാണ്, പറ്റിച്ചതാണ്. അത് നിനക്ക് അപ്പോഴേ മനസ്സിലായില്ലേ? ഞാൻ അത് പറഞ്ഞ കാര്യമായിട്ട് മനസ്സിലാക്കി തന്നതാണ്. ഇപ്രാവശ്യം 50 ലക്ഷം രൂപ കിട്ടിയാണെങ്കിൽ മാത്രം നമ്മള് 2 കിഡ്നി കൊടുക്കുന്നുള്ളൂ. മനസ്സിലായോ? ഇല്ലാതെ നമ്മൾ വെറുതെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഡോക്ടർ ഫ്ലൈറ്റുകൾ വെക്കുന്നുണ്ട, 100 കോടി 200 കോടി 500 കോടിക്ക് ഫ്ലൈറ്റ് വെക്കുന്നുണ്ട്. അപ്പൊ അവന്മാര് മാത്രമേ രക്ഷപ്പെടുന്നു, നമ്മളെന്തെങ്കിലും രക്ഷപ്പെടുന്നു ഇല്ല. അപ്പൊ നമ്മൾ ഇനി വില പേശിയതിന് ശേഷം മാത്രം കൈകാര്യം ചെയ്താൽ മതി. അല്ലാതെ നമ്മള് കിഡ്നി കൊടുക്കുന്ന പരിപാടിയില്ല. ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ല? വില പേശിക്കോ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഒന്ന് മൂത്രം ഒഴിക്കണമല്ലോ. അർജന്റ് സൈഡ് ഒതുക്കി നിർത്താം. അർജന്റ് സൈഡ് ഒതുക്കി നിർത്തിട്ട് വണ്ടികൾ വന്നാൽ വണ്ടി അതും പണിയാവും. സൈഡ് ഒതുക്കി നിർത്തി ഇപ്പോൾ അപ്പുറത്തെ സ്ഥലമുണ്ട്. അർജന്റ് മൂത്രം ഒഴിക്കണം, ഒരുമാതിരിയായി പോയി. അർജന്റ് നിർത്തും. എടേ കൈയും കാലും പിടിച്ച് കെട്ട്. നീ ഇറങ്ങ ആദ്യം. കെട്ടിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. അതല്ലേ പറഞ്ഞേ. അപ്പുറം സൈഡ് പോ. നല്ല ബോധം പോയേക്കോ കേട്ടോ. പിന്നെ പോവാൻ നല്ല സൂപ്പർ ക്ലോറോഫോം ഡോക്ടർ തന്നതാണ്. ഇതിന്റെ എന്റെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നോക്ക്, കെട്ടിട്ടേ പോകാൻ പറ്റൂ. കളിയ പട്ടിയും കുഴയ്ക്കുന്നു, പെട്ടെന്ന് കെട്ട്. സമയം ഒരുപാടില്ല, ലേറ്റാ കേട്ടാ. ഈ ഡോറും കൂടെ വന്നാളാ, ഈ ഡോറും കൂടെ വന്നാളാ. ഓക്കെ, അങ്ങോട്ടും എല്ലാം പോവാ. ബാക്കിൽ ഒരു ചായക്കട കാണും, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. പോയിട്ട് വരാം. ഇറങ്ങാം.